കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ ഫോക്കസ് 5.0 എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ഈ ഒരു സീരീസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാല് നമ്മുടെ ഇഗ്നു TE എക്സാമിനേഷന്റെ ബേസിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ പോവാണ്. അപ്പോ നമ്മള് ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് വെച്ചാൽ BPCC 106 എന്ന് പറയുന്ന പേപ്പറാണ്. നമ്മുടെ സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന പേപ്പർ. അപ്പോ ഈ പേപ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, നമ്മുടെ എക്സാമിന് വേണ്ടി TE എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ലേണേഴ്സിനെ, നമ്മൾ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, അവരെ കോൺഫിഡൻസോടുകൂടെ എക്സാമിന് എന്താണ് റെഡി ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സീരീസ് നമ്മൾ നിങ്ങളടുത്ത് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ പോകുന്ന വെച്ചാല് മെയിൻ ആയിട്ട് ഡോക്യുമെന്റ് റോഡ് മാപ്പിലൂടെയാണ് കേട്ടോ. അതായത് സിലബസ് മാപ്പിംഗ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമ്മൾ സിലബസ് മാപ്പിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് വൈസ്, അതായത് ടോപ്പിക് വൈസ് നമ്മൾ റിലവൻസ് അനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന പെർസ്പെക്ടീവ്സ്, സൈക്കോ ഡൈനാമിക്സ്, ബിഹേവിയറൽ, ഹ്യൂമനിസ്റ്റിക് ഡിബേറ്റ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഫോമാറ്റ് എങ്ങനെയാണ്, മാർക്ക് ട്രെൻഡ്സ് എങ്ങനെയാണ്, അതേപോലെ എന്താണ് ഈ രണ്ട് സെക്ഷനിലും റിപ്പീറ്റഡ് ആയിട്ട് ഇത്രയും വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്. 8 ക്വസ്റ്റ്യൻസ്, അതായത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 300 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണുള്ളത്. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ സ്കൂൾസ് അല്ലെങ്കിൽ ഡിബേറ്റ് സ്പേസിൽ എങ്ങനെയാണ് ടീം ക്ലസ്റ്റേഴ്സ് ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ നോക്കുക. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവേഴ്സ്, അതായത് ഹൈ ഫ്രീക്വൻസി പ്രോംപ്റ്റ് ആയിട്ടുള്ള, അതായത് സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം ഓർ നിയോ ബിഹേവിയറിസം, ജസ്റ്റ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, ഫങ്ഷണലിസം, നർച്ചർ, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഹൈ ഫ്രീക്വൻസി പ്രോംപ്റ്റുകളാണ്, ഹൈ ഫ്രീക്വൻസി ടോപ്പിക്കുകളാണ്. അപ്പം നമ്മൾ ബ്രീഫ് ആയിട്ട് ഇതിനെ കുറിച്ച് പറയും. ഉദ്ദേശിക്കാൻ ചില ടോപ്പിക്സ് ഇതൊക്കെയാ പഠിക്കേണ്ടതെന്നുള്ളത്, ഫോക്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്സ് ഒക്കെ ആണെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ്, അതായത് ക്ലിയർ ആയിട്ട് പ്രയോറിറ്റി അനുസരിച്ച് ഹൈ, മീഡിയം അല്ലെ എമർജിംഗ് ടോപ്പിക്സിന്റെ പ്രോബബിലിറ്റി നോക്കുക. അതായത് നമ്മൾ വെയിറ്റഡ് ഫ്രീക്വൻസി, അതായത് റീസെൻസി വെയിറ്റഡ് ഫ്രീക്വൻസിന്റെ ബേസിൽ നമ്മൾ സിലബസിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് ഹൈ പ്രോബബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ടോപ്പിക്സ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രഡിക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, അതായത് നമ്മളൊരു ഫുൾ ലെങ്ത് പേപ്പർ നമ്മുടെ കറക്റ്റ് ഇഗ്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ മോഡൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സീരീസ് കഴിയുന്നതോടുകൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഈ സീരീസിന്റെ ബേസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് കൺസൈഡ്സ് ആയിട്ടും അതേപോലത്തെ എക്സാമിനർ സ്റ്റൈൽസിൽ, അതായത് 300 വേർഡ് റെസ്പോൺസിൽ നമ്മൾ ക്ലൂസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഓരോ ഇതിനെ എങ്ങനെയൊക്കെ മാർക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മുടെ ഈ ഒരു പേപ്പർ അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന BPCC 106 എന്ന് പറയുന്ന പേപ്പർ നമ്മൾ ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും, അതായത് ഏത് യൂണിറ്റ് ആണ്, ഏത് ബ്ലോക്ക് ആണ്, അപ്പൊ അതിന്റെ വെയിറ്റ് അനുസരിച്ച്, അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒഫീഷ്യലി നമുക്ക് സിലബസ് ബേസ്ഡ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഗൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഹൈ yield ആയിട്ടുള്ള ടോപ്പിക്സുകൾ, അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഡിസംബർ 2025 TE എക്സാമിനേഷൻ പ്ലാൻ ചെയ്യാം, എന്തൊക്കെയാണ് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒന്നും കൂടെ കോൺഫിഡൻസോട് കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ
സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് യൂണിറ്റ് അല്ലെ ടോപ്പിക് വൈസ് എക്സാമിന്റെ റിലവൻസ് ബേസിലാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ രണ്ട് ടോപ്പിക്സ് ഉണ്ട്. നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്, ഇന്ത്യ ഓർ ചൈന, ഫിലോസഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അതില് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ചോദിച്ചിട്ടുള്ളത് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ള രണ്ട് തവണയാണ് റിലവൻസ് ലോ ആണ് കേട്ടോ. പിന്നെ ഫിലോസഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അപ്പിയറൻസ് 1 ആണ്, അതും റിലവൻസ് ലോ ആണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ഫെഷ്നേഴ്സ് സൈക്കോ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്, മൈൻഡ് ബോഡിയിലെ ഫെഷ്നേഴ്സ് സൈക്കോ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും, അതേപോലെ തന്നെ വില്യം വൂണ്ട്, അതേപോലെ വില്യം ജെയിംസ്, ഈ 3 ടോപ്പിക്സിന്റെ അപ്പിയറൻസ് 1 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 2ലെ യൂണിറ്റ് 3 അസോസിയേഷനിസം, ലേണിംഗ്, തിയറിസ്റ്റ്, ജനറൽ ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ഏതൊക്കെയാന്നുള്ളതാണ് കേട്ടോ. അതിന്റെ അപ്പിയറൻസ് 1 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 2ലെ നമ്മുടെ യൂണിറ്റ് 3ലെ 4 ടോപ്പിക്കുകൾ ഉണ്ട്. ബ്രിട്ടീഷ് എംപെറിസിസ്റ്റ്, അതേപോലെ തന്നെ ഹെർമാൻ എബിംഗസ്, ഇവാൻ പൗലോ, ഈ 3 ടോപ്പിക്കുകളുടെയും അപ്പിയറൻസ് 1 ആണ്, ലോ റെലവൻസ് ആണ്. എഡ്വാൻ ലീ തോണ്ടിയക്കിൻ്റെത് ടോപ്പിക്കിൻ്റെത് അപ്പിയറൻസ് 2 ആണ്, അതും ലോ തന്നെയാണ്. ഇനി ബ്ലോക്ക് 2ലെ യൂണിറ്റ് 4 ടിഷ്നർ ഇൻട്രോസ്പെക്ഷൻ, അതായത് സ്ട്രക്ചറലിസത്തിലെ ഒരു ടോപ്പിക് ആണല്ലേ ടിഷ്നർ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്, അപ്പിയറൻസ് 1 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി 5th യൂണിറ്റിലെ ടോപ്പിക് ആണ് ഫങ്ഷണലിസം, കോൺട്രിബ്യൂഷൻസ് ഓർ ക്രിറ്റിസിസം, അതായത് ഫങ്ഷണലിസത്തിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, അതേപോലെ തന്നെ ഫങ്ഷണലിസം നേരിട്ട് ക്രിറ്റിസിസം എന്തൊക്കെയാണ്, അതിന്റെ അപ്പിയറൻസ് 2 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് നമ്മളെ യൂണിറ്റ് 6 അതിലെ ടോപ്പിക് ആണ് ഫ്രൂയിഡ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ തിയറി, മെത്തേഡ്, ഇമ്പാക്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. അതിന്റെ അപ്പിയറൻസ് 5 ആണ്, മീഡിയം റെലവൻസ് ആണ്. ഇനി യൂണിറ്റ് 7 ബ്ലോക്ക് 3ലെ യൂണിറ്റ് 7 ആൽഫ്രഡ് ആഡ്ലർ, അതായത് ഇൻഡിവിജ്വൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത ആളാണ് ആൽഫ്രഡ് ആഡ്ലർ. അദ്ദേഹത്തിന്റെ ടോപ്പിക്, ഈ ഒരു ടോപ്പിക്കിന്റെ അപ്പിയറൻസ് 1 ആണ്, ലോ റെലവൻസ് ആണ്. പിന്നെ എറിക് ഫ്രോം, അതിന്റെ അപ്പിയറൻസ് 1 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 8ലെ വാട്സോണിയൻ ബിഹേവിയറിസം, അതിന്റെ ഒറിജിനും ക്രിറ്റിസിസം, അപ്പിയറൻസ് 3 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി 9th യൂണിറ്റ് അതിലെ ടോപ്പിക് ആണ് ലിയോ ബിഹേവിയറിസം. അതിൽ ഓപ്പറേഷനിസം, റിലവൻസ് എന്തൊക്കെയാണ്, റിലവൻസ് ടുഡേ റെലവൻസ് എന്തൊക്കെയാണ്, എൽപി, ഇതൊക്കെ ആണ് ചോദിക്കുക. അതിന്റെ അപ്പിയറൻസും 3 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി യൂണിറ്റ് 10, അതായത് നമ്മളെ ബ്ലോക്ക് 4ലെ യൂണിറ്റ് 10ലെ രണ്ട് ടോപ്പിക്സ് ജസ്റ്റാൾ ക്രിറ്റിസിസം, അതേപോലെ തന്നെ ജസ്റ്റാൾ തിയറിയും, ഇത് ഒറ്റ തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ, ഇതിന്റെയും ലോ റെലവൻസ് ആണ്. ഓക്കെ, ഇനി യൂണിറ്റ് 10ലെ തന്നെ ബാക്കി ടോപ്പിക്സ് ആണ് ജസ്റ്റാൾട്ട് ഐസോമോർഫിസം, ജസ്റ്റാൾട്ട് ലേണിംഗ് ഓർ മെമ്മറി ഓർ തിങ്കിങ്, ജസ്റ്റാൾട്ട് തിങ്കിങ് ആൻഡ് ലേണിംഗ് ഓവർവ്യൂ, അതിന്റെ ഒരു ഓവർവ്യൂ ആണ് കേട്ടോ. ജസ്റ്റാൾട്ട് വെക്ടർ സൈക്കോളജി, ലെവിന്റെ ജസ്റ്റാൾട്ട് വെക്ടർ സൈക്കോളജി ആണ് ടോപ്പിക്. ഈ 4 ടോപ്പിക്കും ഒറ്റ തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ, ലോ റെലവൻസ് ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 4ലെ 11th യൂണിറ്റ് അതില് 4 ടോപ്പിക്കുകൾ ഉണ്ട്. ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ ആന്റിസിഡൻസ് ആൻഡ് കമ്പാരിസൺ, ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ കമ്പാരിറ്റീവ് വിത്ത് സൈക്കോ അനാലിസിസ്, ഇത് രണ്ടും ഒറ്റ തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ, ലോ റെലവൻസ് ആണ്. അപ്പിയറൻസ് 1 ആണ്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 11ലെ മറ്റ് 2 ടോപ്പിക് ആണ് ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ റോളോമെ, ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ വിക്ടർ ഫ്രാങ്ക്ലിൻ. ഇത് ഈ 2 വ്യക്തികളുടെ ടോപ്പിക്കാണ്, ഈ 2 ആൾക്കാരുടെ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ അപ്പിയറൻസ് 2 ആണ്, ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 5ലെ യൂണിറ്റ് 12 അതിലെ 3 ടോപ്പിക് ആണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റും പോസിറ്റീവ് സൈക്കോളജിയും സോഷ്യൽ കൺസ്ട്രക്ഷനിസം. അത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് 3 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. പോസിറ്റീവ് സൈക്കോളജി ഒറ്റ തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ, അതിനും ലോ റെലവൻസ് ആണ്. അതേപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്ഷനിസം 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ, ലോ റെലവൻസ് തന്നെയാണ്. ഇനി ബ്ലോക്ക് 5ലെ 13th യൂണിറ്റ് ആണ് ഡ്വൽ ആൻഡ് ഡബിൾ ആസ്പെക്ടിസം, ഫ്രീ വിൽ ആൻഡ് ഡിറ്റർമിനിസം, നേച്ചർ ആൻഡ് വേഴ്സസ് നർച്ചർ, ഇത് എല്ലാം ഒറ്റ തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ, ലോ റെലവൻസ് ആണ് കേട്ടോ. അതായത് നമ്മള് പിന്നെ വൂണ്ട് അല്ലെങ്കിൽ ജെയിംസ് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ മെൻഷൻ ചെയ്യാൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക്, അതേപോലെ തന്നെ ഓരോ നെയിമുള്ള ടോപ്പിക്കും നമ്മൾ ഷോർട്ട് പാർട്സും അതേപോലെ തന്നെ അല്ലാതെ നമ്മൾ പഠിക്കണം, പ്രിപ്പയർ ചെയ്തിട്ട് പോകണം കേട്ടോ. ഇനി ഇത് വിഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്തതാണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ്, അതായത് ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4-നാണ് നമ്മളൊരു ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 4-നാണ്. പിന്നെ ബ്ലോക്ക് 2-നും 5-നും കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 1-ന് ഭയങ്കര ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് കണ്ടത് വളരെ കുറവാണ് കേട്ടോ.
ഇനി ഇതിന്റെ ഒരു ഹീറ്റ് മാപ്പ്, അതായത് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ് കേട്ടോ. ബ്ലോക്ക് വൈസ് ആൻഡ് ബ്ലോക്കിന്റെയും യൂണിറ്റ് വൈസും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ് പറയുന്നത്. ഡാർക്ക് കളർ ആണ് എന്ത് പറയുന്നത്, ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ളത് ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാല് ഏറ്റവും കൂടുതൽ, അതായത് നമ്മളെ അപ്പിയറൻസ്, ടോട്ടൽ ക്വസ്റ്റ്യൻസ് അപ്പിയറൻസ് കാണിക്കുന്നത് ബ്ലോക്ക് 1 നിൽക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 നമുക്ക് അപ്പിയറൻസ് 6 ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എല്ലാം അപ്പിയറൻസ് 1 ആണ്. പക്ഷേ നമ്മൾ യൂണിറ്റ് 2 എത്തുന്ന സമയത്ത് എന്താണ് കുറച്ചും കൂടെ ഹൈ ഫ്രീക്വന്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യൂണിറ്റ് 6 എത്തുന്ന സമയത്തും വ്യത്യാസം വരുന്നുണ്ട്. യൂണിറ്റ് 8 യൂണിറ്റ് 12 എത്തുമ്പോൾ സ്ലൈറ്റ്ലി ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 3 ഹൈ എൽഡ് ടോപ്പിക്സുകളാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് സൈക്കോ അനാലിസിസ്. നമ്മളെ യൂണിറ്റ് 6 സൈക്കോ അനാലിസിസ്, അതിന്റെ സ്റ്റഡി റിക്കറൻസ് തിയറി, മെത്തേഡ്, ഇമ്പാക്ട് ഐറ്റംസ്. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പിയറൻസ് 5 ആണ്, മീഡിയം റെലവൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റാൾട്ട്. നമ്മളെ യൂണിറ്റ് 10 ടോപ്പിക് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എന്താണ് നമ്മൾ തിങ്കിങ് ഓർ ലേണിംഗ്, ഐസോമോർഫിസം, ഫീൽഡ് തിയറി, ക്രിട്ടിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അപ്പിയറൻസും 6 ആണ്, മീഡിയം റെലവൻസ് ആണ്. മൂന്നാമത്തെ ടോപ്പിക് ആണ് ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷൻ. നമ്മൾ യൂണിറ്റ് 11 അതിൽ ഫ്രാങ്ക് റോളമേയുടെ ടോപ്പിക്സ് പ്ലസ് കമ്പാരറ്റീവ് പ്രോംപ്റ്റുകളും ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത് എന്താ വെച്ചാല് നമ്മൾ ഒന്നും കൂടെ ബിഹേവിയറിസം, നിയോ ബിഹേവിയറിസം, അതായത് നമ്മൾ വാട്സന്റെയും ഹള്ളിന്റെയും ഒക്കെ ബിഹേവിയറിസത്തിനെ കുറിച്ചിട്ട് പഠിക്കുക. ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ കേട്ടോ. ഇനി കമ്പാരറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഓട്ടോമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡിസംബർ 2022 മുതൽ ജൂൺ 2023, അതേപോലെ ഡിസംബർ 2023, ഡിസംബർ 2024, ജൂൺ 2025 ഇത്രയും പേപ്പേഴ്സ് എടുത്തിട്ടാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 3 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. എസ് ലോങ് ആൻസേഴ്സ്, അതായത് എല്ലാ പേപ്പേഴ്സിലും അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 10 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. നമ്മൾ ഏകദേശം 300 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. പിന്നെ ഷോർട്ട് നോട്ട്സുകൾ, ഇതിന് 2 സബ് പാർട്സുകൾ ഉണ്ട്. നമ്മൾ ഡിസംബർ 2022 ജൂൺ 2023 ഡിസംബർ 2023 അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു മോഡല് സെക്ഷന്. അതായത് ഏകദേശം 5+5 ആണ് മാർക്ക് വരുന്നത്. അതായത് സബ് പാർട്സ് ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക്, ഏകദേശം 150 വേർഡ്സ് ഈച്ച് ആയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ 2022 മുതൽ 2025 വരെ നമ്മൾ ഒബ്സർവ് ചെയ്യാത്തൊരു കാര്യം എന്താ വെച്ചാൽ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ന്യൂമറിക്കൽസ്, കേസ് സ്റ്റഡി. അതായത് എല്ലാ പേപ്പേഴ്സും 2 hours ആണ്. മാക്സിമം എന്ന് പറയുന്നത് 50. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്തൊരു ഫോർമാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എസ് 10 മാർക്കിനാ ചോദിക്കുക. അപ്രോക്സിമേറ്റ് 300 വേർഡ്സിനാണ് നമ്മൾ എഴുതുന്നത്. ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ ക്ലാരിറ്റിയോടെ തന്നെ എഴുതുക. തിയറീസും അതിന്റെ എവിഡൻസുകൾ ലിങ്ക് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ തോട്ട്സിനെ കമ്പയർ ചെയ്തിട്ട് എഴുതുക. പിന്നെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സബ് ഹെഡിങ്സ്, കൺസെപ്റ്റ്, കോൺട്രിബ്യൂഷൻസ്, ക്രിട്ടിക്സ്, ഇമ്പാക്ട് എല്ലാം കൊടുക്കുക. പ്ലസ് നമ്മളൊരു കൺക്ലൂഷനും കൂടെ കൊടുക്കുക. ഏകദേശം നമ്മൾ പറയണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 7 to 8 പ്രോംപ്റ്റുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പെർ പേപ്പറിന്. അതായത് ഏതെങ്കിലും 5 ഈൽഡുകൾ നമ്മൾ ചൂസ് ചെയ്താൽ, 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് 50 മാർക്സ് വാങ്ങിക്കാം. ഓക്കെ, ഇനി ഷോർട്ട് നോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് പ്രിസൈസ് ആയിട്ടാണ് എഴുതാൻ നോക്കേണ്ടത്. അതേപോലെ തന്നെ കോർ ഐഡിയാസിനെ ഫോക്കസ് ചെയ്യുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐസോമോർഫിസം, ഫീൽഡ് തിയറി, വെക്ടർ സൈക്കോളജി, ഇതൊക്കെ മിനി ആൻസേഴ്സ്. അതായത് നമ്മൾ മിനി ആൻസേഴ്സിന് എപ്പോഴും നമ്മൾ കറക്റ്റ് ഡെഫിനേഷൻ കൊടുക്കണം, കീ ഫീച്ചേഴ്സ് കൊടുക്കണം, ഒരു ഇംപ്ലിക്കേഷനോ ഒരു എക്സാമ്പിളോ കൊടുക്കുക. അപ്പൊ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ 5 പേപ്പേഴ്സ് എടുക്കുന്നതിൽ 3 എണ്ണത്തിലും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസംബർ 2023 മാത്രമേ ഈ ഒരു പാറ്റേൺ ആബ്സെന്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി ഓരോ ബ്ലോക്ക് വേഴ്സസിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കാണിക്കുന്നത് കേട്ടോ. നമ്മളെ ബ്ലോക്ക് 1 ഡിസംബർ 2022 ജൂൺ 23 ഡിസംബർ 23 ഡിസംബർ 24 ജൂൺ 2025 10 മാർക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ബ്ലോക്ക് 1 ടോപ്പിക്സ് 10 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 തന്നെയാണ്. ടോട്ടൽ ഷെയർ 12.5% ആണ്. അതായത് നമ്മൾ 100 മാറ്റുമ്പോഴത്തേക്ക്. ബ്ലോക്ക് 2 എന്താണ്, ഡിസംബർ 2022 ജൂൺ 23 ഡിസംബർ 23 10 മാർക്കിനായിരുന്നു ബ്ലോക്ക് 2 ഉണ്ടായിരുന്നത്. പക്ഷേ ഡിസംബർ 2024 ജൂൺ 25 എത്തുമ്പോഴത്തേക്ക് അത് 20 മാർക്സിന് ആയിട്ടായി. അപ്പൊ ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 40 ആയി. ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 17.5% ആയി. ഇനി ബ്ലോക്ക് 3 എത്തുന്ന സമയത്ത് നമ്മുടെ ഡിസംബർ 2022 12.5 ആയിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. ജൂൺ 2023 10, ഡിസംബർ 23 10, അതേപോലെ തന്നെ ഡിസംബർ 2024 20, അതായത് നല്ലൊരു ഇൻക്രീസ് തന്നെ വന്നു 20 ആയിരുന്നു. ജൂൺ 2025 10 ആയി.
അവിടെയും ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 12.5 ആണ്. ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 15.6. ഓക്കെ, ബ്ലോക്ക് 2ന്റെ ആവറേജ് മാർക്ക് 14 ആയിരുന്നു, ടോട്ടൽ ഷെയർ 17.5ഉം. അതേപോലെ തന്നെ ബ്ലോക്ക് 3യിലേക്ക് വരുമ്പോഴത്തേക്ക് 12.5 ആയി ആവറേജ് മാർക്ക്, ടോട്ടൽ ഷെയർ 15.6. ഓക്കെ, ബ്ലോക്ക് 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസംബർ 22-ല് 37.5 ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ മാർക്കിന്റെ. ജൂൺ 23-ലും അതേപോലെ ഡിസംബർ 23-ലും ഡിസംബർ 2024-ലും 20 മാർക്സ് വെച്ചിട്ടായിരുന്നു. ജൂൺ 2025-ല് 30 ആയി, അത് വീണ്ടും കൂടി. അതായത് ഡിസംബർ 22-ല് നല്ല രീതിയിൽ ഇൻക്രീസ് ഉണ്ടായിരുന്നു, പിന്നെ അത് ഒന്ന് ഡിക്ലൈൻ ചെയ്തിട്ട് ജൂൺ 25-ല് 2025-ല് വീണ്ടും ഇൻക്രീസ് ചെയ്തു. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 25.5 ആണ്, ടോട്ടൽ ഷെയർ 31.9% ആണ്. ഇനി ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് ഡിസംബർ 2022-ല് 10 ആയിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ജൂൺ 2023-ല് 1 ഇൻക്രീസ്, നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ 2023-ലും ഡിസംബർ 2023-ലും 30 ആയിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഡിസംബർ 2024-ലും അതേപോലെ ജൂൺ 2025-ലും ഡിക്ലൈൻ ചെയ്തു. ബ്ലോക്ക് 4ന്റെ മാർക്ക് എന്ന് പറയുന്നത് 10 ആയിട്ട് മാറി, ആവറേജ് മാർക്ക് 18 ആണ്. അതേപോലെ തന്നെ ടോട്ടൽ ഷെയർ എന്ന് പറയുമ്പോഴത്തേക്ക് 22.5 ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി നമ്മളൊരു ആവറേജ് പറയണ നമ്മളൊരു ബ്ലൂ പ്രിന്റ് പോലെ പറയാം. ബ്ലോക്ക് 4, അതായത് ബിഹേവിയറൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് 25.5 ഔട്ട് ഓഫ് 80-ല്, അതായത് പറയുകയാണെങ്കിൽ 31.9% ആണ് നമ്മുടെ മാർക്ക്. അപ്പോൾ ബിഹേവിയറിസം, നിയോ ബിഹേവിയറിസം, ജസ്റ്റാൾട്ട്, ഹ്യൂമനിസ്റ്റിക് ഓർ എക്സ്റ്റൻഷ്യൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട്. ഇനി ബ്ലോക്ക് 5-ലെ ട്രെൻഡ്സ് ആൻഡ് ഡിബേറ്റ്സിൽ 18 ആയിരുന്നു ഔട്ട് ഓഫ് 80-ല്, 22.5% ആണ്. അതിലുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫെമിനിസം, സോഷ്യൽ കൺസ്ട്രക്ഷനിസം, ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ്, റിക്കർ, ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏർലി സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് വരുമ്പോൾ 14 ആയിരുന്നു ഔട്ട് ഓഫ് 80-ല്, 17.5% ആയിരുന്നു. അതിലെ ടോപ്പിക്സ് ആണ് അസോസിയേഷനിസം ആൻഡ് ഫങ്ഷണലിസം. ക്വസ്റ്റ്യൻസ് സ്റ്റഡി ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് സൈക്കോ ഡൈനാമിക് ആണ്. ഔട്ട് ഓഫ് 80-ല് 12.5 ആണ്, 15.6% ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഫ്രൂയിഡ് പ്ലസ് സെലക്ട് ചെയ്തിട്ടുള്ള നിയോ ഫ്രൂയിഡൻസും, അതായത് ആൾഡർ, ഫ്രോം അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ പിന്നെ ടോപ്പിക്സും കാര്യങ്ങളും പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള എന്താ പറയാ തിയറിസ്റ്റുകളുടെ തിയറീസ് ചോദിക്കാം. ബ്ലോക്ക് 1ലേക്ക് വരുന്ന സമയത്ത് പെർസ്പെക്ടീവ്സ് ഓഫ് ഫൗണ്ടേഷൻ ഔട്ട് ഓഫ് 80-ല് 10 ആയിരുന്നു, 12.5% ആണ്. ഇതില് നോൺ വെസ്റ്റേൺ, വൂൺ ഓർ ജെയിംസ്, സൈക്കോ ഫിസിക്സ്, ഇങ്ങനത്തെ ടോപ്പിക്സ്. ഓക്കെ, ഇനി ഒരു വിഷ്വലൈസേഷൻ ആണ് കാണിക്കുന്നത് എസ്സേസിൻ്റെത്. അതായത് നമ്മള് നല്ല രീതിയിൽ ഒരു ഇൻക്രീസ് വന്നത് ഡിസംബർ 2024-ലും ജൂൺ 2025-ലുമാണ് എസ്സേസിന്. ബാക്കിയൊക്കെ സ്റ്റഡി ആയിട്ടാ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മള് എന്താ പറയാ ഷോർട്ട് എസ്സേസിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക ചെയ്തത്. ഡിസംബർ 2024-ലും ജൂൺ 2025-ലും ഡിക്ലൈൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ്, അതായത് ഷോർട്ട് നോട്ട്സുകൾ ഫേസ് ഔട്ട് ചെയ്യുക. അതായത് ഡിസംബർ 2023-ല് ഫേസ് ഔട്ട് ചെയ്തു, 2023-ക്ക് ശേഷം. അതേപോലെ തന്നെ ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025-ല് എല്ലാം എസ്സേ പേപ്പേഴ്സ് ആയിരുന്നു. ബ്ലോക്ക് 4 അതായത് ഒരു ആങ്കർ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റാൾട്ട്, നിയോ ബിഹേവിയറിസം, ഹ്യൂമനിസ്റ്റിക്, എക്സ്റ്റൻഷ്യൽ ഫീച്ചറിംഗ് ഒക്കെ എല്ലാ സെഷൻസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 5-ലെ ഫെമിനിസ്റ്റ് സോഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോംപ്റ്റ്സുകൾ സസ്റ്റെയിൻഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്ലോക്ക് 1 എന്താണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ പെർ പേപ്പറിൽ ആ ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതായത് 2 ഹവറിനാണല്ലോ അല്ലെ ചോദിക്കുക 50 മാർക്സിന്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക 5 × 10 മാർക്സ് എസ് ആണ് 22 മിനിറ്റ്സ് നമുക്ക് എഴുതാനും 2 മിനിറ്റ് പ്ലാൻ ചെയ്യാനും ചെക്ക് ചെയ്യാനും അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 120 മിനിറ്റ്സ് നമ്മൾ ടോട്ടൽ എടുക്കാം. ഷോർട്ട് നോട്ട്സിന് നമ്മൾ എന്ത് ചെയ്യാണ് ഓപ്ഷൻസിന് അപ്പിയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചൂസ് ചെയ്യാം. 9 മിനിറ്റ് നമ്മൾ ഓരോ സബ്പാർട്ടിന് 9 മിനിറ്റ് വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് 18 മിനിറ്റ് ടോട്ടൽ എടുക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള 4 എസ്സേസിന് നമ്മൾ 24 മിനിറ്റ്സ് ഓരോന്നിനും എടുക്കുക. അങ്ങനെ അതായത് എപ്പോഴും നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാനും ഹെഡിങ്സ് കൊടുക്കാൻ, അതായത് ഡെഫിനേഷൻസ്, കോർ ഐഡിയാസ്, ക്രിട്ടിക്സ്, കോൺട്രിബ്യൂഷൻസ്, ഇമ്പാക്ട് ഒക്കെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് തന്നെ എഴുതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ബ്ലോക്ക് യൂണിറ്റ് അല്ലെങ്കിൽ ടോപ്പിക്സ് വേഴ്സസ്. ഒന്നാമത്തേതാണ് സൈക്കോ അനാലിസിസ്, ഡെവലപ്മെന്റ് ഓഫ് ക്രിട്ടിക് ഓർ ഇമ്പാക്ട്, 4 തവണ ഉണ്ട് കേട്ടോ. രണ്ടാമത്തെയാണ് അസോസിയേഷനിസം ആൻഡ് ലേണിംഗ് തിയറിസ്റ്റ്, എബിംഗസ്, പാവ്ലോ, തോണ്ടേക്ക്, ഇവരുടെയൊക്കെ അസോസിയേഷൻ ആൻഡ് ലേണിംഗ് തിയറിസ്റ്റുകളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതും അപ്പിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇൻ സൈക്കോളജി, അപ്പിയറൻസ് 3 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമനിസ്റ്റിക് ഓർ എക്സ്റ്റൻഷ്യൽ, ഫ്രാങ്കിളിന്റെയും മെയിന്റെയും തേർഡ് ഫോഴ്സിന്റെ ഒക്കെ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പിയറൻസ് 3 ആണ്. അഞ്ചാമത്തെ ടോപ്പിക് ആണ് ഫങ്ഷണലിസം, കോൺട്രിബ്യൂഷൻ ഓർ ക്രിട്ടിക്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആറാമത്തേതാണ് ജസ്റ്റാൾട്ട് തിങ്കിങ് ആൻഡ് ലേണിംഗ്, 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഏഴാമത്തെയാണ് നിയോ ബിഹേവിയറിസം, LP ഓർ ഓപ്പറേഷനിസം, ഹള്ളിന്റെ തിയറിയും ചോദിച്ചിട്ടുണ്ട്, 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടോപ്പിക് ആണ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻ ഇൻ സൈക്കോളജി, 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒമ്പതാമത്തെയാണ് സോഷ്യൽ കൺസ്ട്രക്ഷനിസം, ഇൻക്ലൂഡ് ഗർജൻ, അതായത് നമ്മൾ ഒരുവിധം സോഷ്യൽ കൺസ്ട്രക്ഷനിസത്തിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക, 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്സോണിയൻ ബിഹേവിയറിസം, ഒറിജിനും അതേപോലെ അതിന്റെ ക്രിട്ടിക്സും ഫോക്കസ് ചെയ്യുക, 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതാണ് ഫ്രീക്വൻസി ടേബിള്. സൈക്കോ അനാലിസിസ്, ഡെവലപ്മെന്റ്, ക്രിട്ടിക്, ഇമ്പാക്ട് ഒക്കെ ബ്ലോക്ക് 3 ടോപ്പിക് ആണ്. യൂണിറ്റ് 6 യൂണിറ്റ് 6 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 4 ആണ്. ആവറേജ് മാർക്ക് 10 ആണ്. അടുത്ത ടോപ്പിക് ആണ് അസോസിയേഷനിസം ആൻഡ് ലേണിംഗ് തിയറിസ്റ്റുകൾ, എബിംഗസിന്റെ, പാവ്ലോന്റെ, തോണ്ടേക്കിന്റെ ഒക്കെ തിയറീസുകൾ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 3 ആണ്. ആവറേജ് മാർക്ക് 10 ആണ്. പിന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക് ബ്ലോക്ക് 5 ടോപ്പിക് ആണ്. യൂണിറ്റ് 12 ടോപ്പിക് ആണ്. ഓക്കെ, അപ്പിയറൻസ് 3 ആണ്. ആവറേജ് മാർക്ക് 10 ആണ്. ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ, അതായത് ഫ്രാങ്കിളിന്റെയും മെയിന്റെയും തേർഡ് ഫോഴ്സിന്റെ ഒക്കെ ടോപ്പിക്, അത് ബ്ലോക്ക് 4 യൂണിറ്റ് 11 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 3 ആണ്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഫങ്ഷണലിസം, അതിലെ കോൺട്രിബ്യൂഷൻസ്, ക്രിട്ടിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 2 ആണ്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി ജസ്റ്റാൾട്ട് തിങ്കിങ് ആൻഡ് ലേണിംഗ് ബ്ലോക്ക് 4 യൂണിറ്റ് 10 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 2 ആണ്. ആവറേജ് മാർക്ക് 10 ആണ്. നിയോ ബിഹേവിയറിസം, ഓപ്പറേഷനിസം, LP എന്ന് വെച്ചാൽ ലോജിക്കൽ പോസിറ്റിവിസം. ഓക്കെ, ഹള്ളിന്റെ തിയറി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 2 ആണ്. ആവറേജ് മാർക്ക് 10 ആണ്. അടുത്ത ടോപ്പിക് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആണ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, അപ്പിയറൻസ് 2 ആണ്. ആവറേജ് മാർക്കും 10 ആണ്. ഇനി ബ്ലോക്ക് 5 യൂണിറ്റ് 12 ടോപ്പിക് ആണ് സോഷ്യൽ കൺസ്ട്രക്ഷനിസം, അത് അപ്പിയറൻസ് 2 ആണ്. ആവറേജ് മാർക്ക് 10 ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 8 ടോപ്പിക് ആണ് വാട്സോണിയൻ ബിഹേവിയറിസം, അതിലെ ക്രിട്ടിക്സും അതേപോലെ ഒറിജിനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പിയറൻസ് 2 ആണ്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇത് നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തതാണ് പറയുന്നത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള 58.1% ആണ് നമ്മുടെ എക്സാംസിന്. ബാക്കിയുള്ള ടോപ്പിക്സിന് 41.9% ആണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്തതിൽ നിന്നുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ്. നമ്മൾ ടൈം പാസ് ഡ്രില്ല് 1, അതായത് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുക, 12 to 15 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതുക. ഓരോ 10 മാർക്ക് എസ്സേസ് നമ്മൾ ഈ ഒരു ടൈം വെച്ചിട്ട് തന്നെ എഴുതുക. അതേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഹെഡിങ്സും ടെംപ്ലേറ്റ്സും നമ്മൾ ഡെഫിനേഷൻസ്, കോർ ഐഡിയാസ്, എവിഡൻസ്, എക്സാമ്പിൾസ്, ക്രിട്ടിക്സ്, കോൺട്രിബ്യൂഷൻസ്, ഇമ്പാക്ട് ഒക്കെ വെച്ചിട്ട് എഴുതുക. നമ്മൾ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സ്പൈറൽ മിക്സ് ആണ്. നമ്മൾ ഈച്ച് സിറ്റിംഗ് നമ്മൾ ഓരോ ഇരുത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുക. 1 ഐറ്റം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബ്ലോക്ക് 4 ബ്ലോക്ക് 5 ഓരോ ഐറ്റം, ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്ലസ് അതിൽ നിന്നും നമ്മളെ ബ്ലോക്ക് 2 3 ഓരോ ടോപ്പിക്സും കൂടെ എടുക്കുക, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തിയറി, സ്കൂൾസ് വിത്ത് ട്രെൻഡ്സും ഡിബേറ്റ്സും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ടൈം വെച്ചിട്ട് കേട്ടോ. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ്
പ്രഡിക്ഷൻ അനാലിസിസ് ആണ് കേട്ടോ. ഓരോ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക്സ് വെച്ചിട്ട് പ്രോബബിലിറ്റിയും അതിന്റെ പ്രഡിക്ഷൻസും. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ടോപ്പിക് ആണ് സൈക്കോ അനാലിസിസ്, ഡെവലപ്മെന്റ് ഓർ ക്രിട്ടിക് ഓർ ഇമ്പാക്ട്. 80% ആണ് പ്രോബബിൾ ഓഫ് ഒക്യുറൻസ്. കാറ്റഗറി ഹൈ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ടോപ്പിക് ആണ് അസോസിയേഷനിസം ആൻഡ് ലേണിംഗ് തിയറിസ്റ്റ്, എബിംഗസ് ഓർ പോയാവ്ലോ ഓർ തോണ്ടെക്. പ്രോബബിലിറ്റി 60 ആണ്. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 ടോപ്പിക് ആണ് ഹ്യൂമനിസ്റ്റിക് ഓർ എക്സ്റ്റൻഷ്യൽ, ഫ്രാങ്കിൾ, മെയ് ഓർ തേർഡ് ഫോഴ്സ് ടോപ്പിക്സ്. നമ്മുടെ പ്രോബബിലിറ്റി 60 ആണ്. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 12 ടോപ്പിക് ആണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്. പ്രോബബിലിറ്റി 60 ആണ്. അതായത് ചാൻസ് ഓഫ് ഒക്വറൻസ് 60 ആണ്. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആണ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ്. പ്രോബബിലിറ്റി 40 ആണ്. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ടോപ്പിക് ആണ് ഫങ്ഷണലിസം ഓർ കോൺട്രിബ്യൂഷൻ ഓർ ക്രിട്ടിക്സ്. പ്രോബബിലിറ്റി 40, കാറ്റഗറി മീഡിയം. ഓക്കെ, ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 7 ടോപ്പിക് ആണ് ന്യോ ഫ്രിയോഡിയൻസ്. അതിൽ ആഡ്ലർ, ഫ്രോം ഇവരുടെയൊക്കെ തിയറീസുകൾ പഠിക്കുക. 40 ആണ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 8 ടോപ്പിക് ആണ് വാട്സോണിയൻ ബിഹേവിയറിസം, ഒറിജിനൽ ക്രിട്ടിക്സ്. ഇതിന്റെ പ്രോബബിലിറ്റി 40 ആണ്. മീഡിയം ആണ് കാറ്റഗറി. ബ്ലോക്ക് 4 യൂണിറ്റ് 9 നിയോ ബിഹേവിയറിസം, ലോജിക്കൽ പോസിറ്റിവിസം, ഓപ്പറേഷനിസം ഓർ ഹൾ. ഇത് പ്രോബബിലിറ്റി 40 ആണ്. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 ടോപ്പിക് ആണ് ജസ്റ്റാൾട്ട് ഓർ തിങ്കിങ് ആൻഡ് ലേണിംഗ്. പ്രോബബിലിറ്റി 40, മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 5 യൂണിറ്റ് 12 ടോപ്പിക് ആണ് സോഷ്യൽ കൺസ്ട്രക്ഷനിസം. പ്രോബബിലിറ്റി 40 ആണ്. അതേപോലെ തന്നെ മീഡിയം കാറ്റഗറി ആണ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? സൈക്കോ ഫിസിക്സ്, വൂണ്ടോ ജെയിംസ്, ടിഷ്നർ, പോസിറ്റീവ് സൈക്കോളജി, നർച്ചർ ഡുവാലിസം. ഇത്രയും ടോപ്പിക്സ് കൂടെ നിങ്ങൾ പഠിക്കുക. ഈ ടോപ്പിക്സിന്റെ ഒക്കെ ഒരു പ്രോബബിലിറ്റി പറയുന്നത് 20 ആണ്. ലോ കാറ്റഗറി ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വെച്ചാല് ഓരോ ക്വസ്റ്റ്യൻസുകൾ സൈക്കോ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ 5 സെഷൻസ് എടുക്കുന്ന സമയത്ത് ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2024 അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോ 5 സെഷൻസിൽ 4 എണ്ണത്തിലും ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. പിന്നെ അസോസിയേഷനിസം എന്ന് പറയുന്നത് 5 സെഷൻസിൽ 3 എണ്ണത്തിൽ കണ്ടിട്ടുണ്ട്. ജൂൺ 23 ഡിസംബർ 24 ജൂൺ 25. പിന്നെ ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ യൂണിറ്റ് 11 ടോപ്പിക് ആണ്. അപ്പൊ അത് 5 സെഷൻസിലേക്ക് 3 എണ്ണത്തിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 3 തവണയും കണ്ടിട്ടുള്ളത്. നമ്മളെ ഡിസംബർ 2023 ഡിസംബർ 2024 ജൂൺ 2025. നോൺ വെസ്റ്റേൺ എന്ന് പറയുന്ന ടോപ്പിക് 5 സെഷൻസിൽ 2 എണ്ണത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡിസംബർ 2022 ജൂൺ 2023. ഓക്കെ, ഇനി ഫങ്ഷണലിസം ആണെന്നുണ്ടെങ്കിലും ഇതും 5 സെഷൻസിൽ 2 എണ്ണത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡിസംബർ 23 ഡിസംബർ 24. ന്യൂ ഫ്രിയോഡിയൻസും ഔട്ട് ഓഫ് 5 2 റിപ്പീറ്റഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡിസംബർ 24 ജൂൺ 2025. വാട്സോണിയന് ഔട്ട് ഓഫ് 5 2 സെഷൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിസംബർ 2022 ജൂൺ 2023 വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ നിയോ ബിഹേവിയറിസം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 5 2 സെഷൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡിസംബർ 2024 ജൂൺ 2025 ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റാൾട്ട് ഇതേപോലെ 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഡിസംബർ 2022 ജൂൺ 2025. സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഇതും 2 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഡിസംബർ 2022 ജൂൺ 2023. ഇനി നമ്മള് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്? ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ളത് സൈക്കോ അനാലിസിസ് ആണ്. നമ്മൾ 300 വേർഡ്സിന് നമ്മൾ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. 3 തവണയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 5 മിനിറ്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും 12 to 15 മിനിറ്റ് നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ളത്. മെയിൻ ആയിട്ട് ക്രിട്ടിക്സും ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. മീഡിയം പ്രിയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 40 to 69% പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് അസോസിയേഷനിസം, ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ, ഫെമിനിസം, ഫങ്ഷണലിസം, നിയോ ഫ്രോയിഡിയൻസ്, വാട്സോണിയൻ, നിയോ ബിഹേവിയറിസം, ജസ്റ്റാൾട്ട്, സോഷ്യൽ കൺസ്ട്രക്ഷനിസം. ഇതിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഇങ്ങനെ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കും. ടീച്ച് ബാക്ക് ചെയ്യാൻ നമ്മൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ വോയിസ് നോട്ടൊക്കെ വെച്ചിട്ട് ഫ്ലാഷ് കാർഡ്സ് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺസെപ്റ്റ്, ക്രിട്ടിക്സ്, അതേപോലെ ആൾട്ടർനേറ്റീവ് ആയിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. എക്സാമ്പിൾ ആയിട്ട് പറയാം വാട്സൺ വേഴ്സസ് നിയോ ബിഹേവിയറിസ്റ്റ്, ഫ്രാങ്കിൾ വേഴ്സസ് മേ. ഇത് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഓരോ ടോപ്പിക്കും ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ലോ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നോൺ കോർ ആണ്, പക്ഷെ പോസിബിൾ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. സൈക്കോ ഫിസിക്സ്, വൂണ്ടോ ജെയിംസ്, ടിഷ്നർ, പോസിറ്റീവ് സൈക്കോളജി, നേച്ചർ ഓർ നർച്ചർ, ഡുവാലിസം, ഡബിൾ ആസ്പെക്ടിസം,
പിന്നെ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക, 60 സെക്കൻഡ്സിൽ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു ക്രിസ്പ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഓരോ ടോപ്പിക്കിനും വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ ബേസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. കറക്റ്റ് ഇഗ്നു ക്വസ്റ്റ്യന്റെ ഒരു മോഡല്. BPCC 106 BA Honor Psychology BAPCH Term and Examination December 2025. BPCC 106 Development of Psychological Thought Time Hours എന്ന് പറയുന്നത് 2 ആണ്. മാക്സിമം മാർക്ക് 50 ആണ്. അപ്പൊ ഇതിന്റെ നോട്ട് ആയിട്ട് കൊടുത്തിട്ട് കണ്ടോ നിങ്ങൾ. Answer any 5 questions from the following in about 300 words each, selecting at least 2 questions from each section. All question carry equal marks. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റിന് സെലക്ട് ചെയ്തിട്ട് എഴുതുക. ഏകദേശം 300 വേർഡ്സിൽ നിങ്ങൾ എഴുതണം ഓരോന്നിനും. അതേപോലെ തന്നെ ഓരോ സെക്ഷനിലും 2 ക്വസ്റ്റ്യൻ സെലക്ടിങ് ലീസ്റ്റ് ഏതെങ്കിലും മിനിമം 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനാലിസ് ഹൗ ഫ്രൂട്ട്സ് മെത്തേഡ് ഓഫ് ഇൻക്വയറി ഷേപ്ഡ് ഹിസ് പേഴ്സണാലിറ്റി തിയറി. Discuss the link between method, free associationism, dream analysis, and the structures or process of personality, and comment on 2 enduring critics. 10 മാർക്കാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ എബിംഗസ് എക്സ്പെരിമെന്റൽ അപ്രോച്ച് ടു മെമ്മറി വിത്ത് തോണ്ടൈക്ക് ലോ ഓഫ് എഫക്ട് within the association tradition. Explain how each program advanced principle of learning that remain relevant today. അതും 10 മാർക്കാട്ടോ. സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും 10 മാർക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ ലോജിക്കൽ പോസിറ്റിവിസം ആൻഡ് ഓപ്പറേഷനിസം ഇൻഫോം 2 നിയോ ബിഹേവിയറിസ്റ്റ് പ്രോഗ്രാംസ്. ചൂസ് എനി 2 ഹൾ, ടോൾമാൻ, സ്കിന്നർ. Evaluate their treatment of intervening variables and empirical testing. Okay, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് എക്സാമ്പിൾസ് ഫ്രം ദ പ്രോബ്ലം സോൾവിംഗ്, ഡിസ്കസ് ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദ ഐഡിയ ഓഫ് ഐസോമോർഫിസം. ഇൻ വാട്ട് വേസ് ഡിഡ് ദ ജസ്റ്റാൾഡ് അപ്രോച്ച് ചാലഞ്ച് ഇലമെന്ററിസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് മൈൻഡ്. സെക്ഷൻ ബി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാസ്റ്റ് ഫ്രാങ്കിൾസ് ലോഗോതെറാപ്പി വിത്ത് റോളോ മെയ്സ് എക്സ്റ്റൻഷ്യൽ സൈക്കോതെറാപ്പി റിഗാർഡിംഗ് ഫ്രീഡം, responsibility and the pursuit of meaning, indicate implication for therapeutical aims and techniques. 10 മാർക്ക് തന്നെയാണ് കേട്ടോ. സിക്സ്ത് ക്വസ്റ്റ്യൻ. ട്രേസ് the emergence of the feminist movement in psychology and its impact on research practices. Discuss contributions to theory and methodology including sampling, language and reflexivity. 10 മാർക്ക് തന്നെയാണ് കേട്ടോ ഇതും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Evaluate how the Chicago and Columbia schools institutionalized functionalism. Show how functionalist ideas supported the growth of applied psychology in education and industry. 10 മാർക്കാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Drawing on non-Western traditions. Examine how selected concepts from the Indian, Buddhist or yoga psychology anticipate contemporary contrast, construct attention, habit or self. Note challenges in cross-cultural translation. Okay. അപ്പൊ ഈ 2 സെക്ഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഇഗ്നു ഫോക്കസ് 5.0 സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഫോക്കസ് ഏരിയ ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നു സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.